അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ തോക്കു ചൂണ്ടി നിൽക്കുന്ന ഒരു ചിത്രം ഈ ബി.ജെ.പിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നേരത്തെ പ്രചരിച്ചിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ CPM നേതാവ് സുഭാഷിണി അലിയും CPI നേതാവ് ആനി രാജയും സുപ്രീം കോടതിയെ സമീപിക്കുകയും അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ചിത്രം വിവാദമായതിനെ തുടർന്ന് ഈ സമൂഹ മാധ്യമ ഹാൻഡിലിൽ നിന്ന് അത് പിന്നീട് പിൻവലിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തില്ല എന്ന വളരെ അതിശക്തമായ ആക്ഷേപം ഉയരുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് വരികയും കോടതിയുടെ ഇടപെടൽ ഒരുപക്ഷെ ഉണ്ടായേക്കാവുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായത്. ഇതിനിടയിലാണ് ഈ ചിത്രം പോസ്റ്റ് ചെയ്ത വ്യക്തിയെ എന്ന് കരുതപ്പെടുന്ന ഒരാളെ ഇപ്പോൾ BJP പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. അതായത് അസം BJPയുടെ സോഷ്യൽ മീഡിയ കോ കൺവീനറായ റോൺ വികാസ് ഗൗരവിനെയാണ് BJPയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. റോൺ വികാസ് ഗൗരവാണ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തതെന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ അവകാശപ്പെടുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഈ പുറത്താക്കൽ വിവരം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ 4 ഈ സമൂഹ മാധ്യമ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരാണ് ഈ അസമിലുള്ളത്. അതിൽ ഒരാളായ ഈ വികാസ് ഗൗരവിനെയാണ് റോൺ വികാസ് ഗൗരവിനെയാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. പക്വതയില്ലാത്തതും അനധികൃതവുമായ പ്രവർത്തനമാണ് ഈ റോൺ വികാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നും BJP പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സുപ്രീം കോടതിയുടെ നടപടികൾ അല്ലെങ്കിൽ ആ കേസ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് പരിഗണിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. BJPയിൽ നിന്ന് വളരെ പെട്ടെന്ന് ഇത്തരം ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഈ കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തു എന്ന ഒരു സമീപനമായിരിക്കും ഈ അസം BJP നേതൃത്വവും അതുപോലെ തന്നെ അസം സർക്കാരും ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുവാൻ സാധ്യത.